ADGP എം ആർ അജിത് കുമാർ RSS കൂടിക്കാഴ്ച ചർച്ച ചെയ്യാതെ മന്ത്രിസഭാ യോഗം. എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങളും ചർച്ചയ്ക്ക് വന്നില്ല. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ആരും മന്ത്രിസഭയിൽ ആ വിഷയം ഉന്നയിച്ചില്ല എന്ന് വേണമോ കരുതാൻ? LDF-ലേക്ക് അപ്പോൾ മന്ത്രിസഭയിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയം LDF-ൽ വരും എന്നും പ്രതീക്ഷിക്കണോ ഷഫീദ്? ഈ ഒരു സാഹചര്യം ആയിരിക്കില്ല ആക്ച്വലി ഉണ്ടാവുക. കാരണം ഈ LDF-നെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ തന്നെ CPI അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എം ആർ അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പൊരുളറിയാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, തുടർച്ചയായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹം ആ രീതിയിൽ തന്നെ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും മുന്നണി യോഗത്തിൽ വിമർശനം ഉയരും. അതേസമയം ക്യാബിനറ്റിൽ ഏതെങ്കിലും തരത്തിൽ ADGP RSS കൂടിക്കാഴ്ചയോ ആരോപണങ്ങളോ മറ്റൊരു കാര്യമോ ചർച്ചയായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു പടി കൂടി കടന്ന RJD ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ മുന്നണി യോഗത്തിൽ കാര്യമായി വിമർശനം ഉയർത്താനാണ് സാധ്യത. പ്രത്യേകിച്ച് RSS വിരുദ്ധ സമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നയമായി ഉയർത്തിക്കാട്ടുകയും എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്താൽ പൊതുജനങ്ങൾക്കുള്ളിൽ ആശങ്കയുണ്ടാക്കും, സംശയം ജനിപ്പിക്കുമെന്നുള്ള കാര്യം അത് RJD ഉൾപ്പെടെയുള്ള ചില ഘടകകക്ഷികൾ ഇന്നത്തെ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കാനാണ് അല്ലെങ്കിൽ ഉയർത്താനാണ് സാധ്യത. ഏതായാലും അത് മുന്നണി യോഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ക്യാബിനറ്റ് യോഗത്തിൽ കാര്യമായിട്ടുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയമേ ചർച്ചയ്ക്ക് വന്നില്ല. ഹാഷ്മി, ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി നിൽക്കുന്ന കാര്യമാണ്. ഇത്ര ദിവസമാകുന്ന മുഖ്യമന്ത്രി വിഷയത്തിൽ ഏതെങ്കിലും ഒന്നും പറയുന്നില്ല. പലതരത്തിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചയും CPM-ന് ഉലയ്ക്കും തലക്കേക്ക് എത്തുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ആരും നേരിയ പരോക്ഷമായി പോലും ആ വിഷയം ഉന്നയിച്ചില്ല എന്നാണോ ഷഫീദ്? പക്ഷേ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിൽ ക്യാബിനറ്റിൽ ചർച്ചയാകുന്നുള്ള വിവരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നിർണായക ദിവസമാണ്. ക്യാബിനറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുമോ എന്നുള്ളതായിരുന്നു നമ്മൾ പരിശോധിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം, അങ്ങനെ ഒരു നീക്കം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ മുന്നണി യോഗം നടക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ മുന്നണിയിൽ പറയട്ടെ എന്ന് ഘടകകക്ഷി മന്ത്രിമാർ തീരുമാനമെടുത്തതാകാം. എന്നാലും നമ്മളെ സംബന്ധിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സർക്കാരിന് വലിയ പ്രതിച്ഛായ പ്രശ്നം ഉണ്ടായ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ അഭിപ്രായം ഉയർന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. പക്ഷേ LDF യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ ചർച്ചകളും വിമർശനവും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടക്കുകയാണ്, നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും അതിൽ ഘടകകക്ഷികളുടെ തുടർന്നുള്ള നിലപാട് അത് നിർണായകമായി മാറുകയും ചെയ്യും. ഹാഷ്മി, ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ADGP RSS കൂടിക്കാഴ്ച ഈ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക മന്ത്രിസഭാ യോഗമായിരുന്നു. സാധാരണഗതിയിൽ ആ വിഷയം മന്ത്രിസഭയിൽ ചർച്ചയാവേണ്ടതല്ല എങ്കിൽ കൂടിയും ഈ വിഷയം ഇത്രത്തോളം ആഞ്ഞു കത്തി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഉന്നയിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുണ്ടായിട്ടില്ല. പക്ഷേ LDF യോഗത്തിൽ സ്ഥിതി അങ്ങനെ ആവില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.